മെയ് 21 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ യൂജീൻ ദെ മാസനോഡ്, വിശുദ്ധ അജേറാനൂസ്, വിശുദ്ധ നിക്കോസ്ത്രാറ്റൂസ്, വിശുദ്ധ അന്തിയാക്കോസ്, വിശുദ്ധ ബാർഫോയിൻ, വിശുദ്ധ പോളിയെക്ടുസ്, വിശുദ്ധ വിക്ടോറിയൂസ്, വിശുദ്ധ ഡൊണാറ്റൂസ്, വിശുദ്ധ ഗൊള്ളൻ. വിശുദ്ധ യൂജീൻ ദെ മാസനോഡ് 1782-1861 കാലഘട്ടത്തിലാണ് വിശുദ്ധ യൂജീൻ ദെ മാസനോഡ് ജീവിച്ചിരുന്നത്. 1782 ഓഗസ്റ്റ് 1 ഫ്രാൻസിൽ പ്രൊവൻസ് പ്രവിശ്യയിലെ ഐക്സിൽ യൂജീൻ ദെ മാസനോഡ് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ചാൾസ് ആന്റോയിൻ ദെ മാസനോഡ് ചക്രവർത്തി ഭരണത്തിൻ്റെ സാമ്പത്തിക കാര്യവകുപ്പിൽ പ്രധാനിയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആക്രമണ പരമ്പരകളിൽ നിന്ന് രക്ഷ നേടാൻ ആ കുടുംബത്തിന് ഇറ്റലിയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. വിപ്ലവത്തോടനുബന്ധിച്ച നാടകീയ സംഭവങ്ങൾക്കിടയിൽ യൂജീൻ്റെ മാതാവ് ഫ്രാൻസിലേക്ക് തിരികെ പോവുകയും വിവാഹമോചനം നേടുകയും ചെയ്തു. വെനീസിലെ സിനെല്ലി കുടുംബം യൂജീനെ തങ്ങളുടെ ഭവനത്തിൽ സ്വീകരിച്ചു. സിനെല്ലി കുടുംബത്തിലെ വൈദികനായിരുന്ന ബർത്തോളോ യൂജീൻ്റെ ആത്മീയവും ഭൗതികവുമായ വികസനത്തിൽ സ്വാധീനം ചെലുത്തി. 20 വയസ്സായപ്പോൾ അതിനോടകം ഐക്സിൽ തിരികെ എത്തി സാമ്പത്തിക സുസ്ഥിതി കൈവരിച്ചിരുന്ന തൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് യൂജീനും ചെന്നു. ഒരു ഉന്നത കുലജാതന് ഐക്സിൽ ലഭിക്കുമായിരുന്ന എല്ലാ സന്തോഷങ്ങളും കുറേ കാലത്തേക്ക് യൂജീൻ ആസ്വദിച്ചു. എന്നാൽ ക്രമേണ തൻ്റെ ജീവിതം എത്രയോ ശൂന്യമായാണ് നീങ്ങുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. തുടർന്ന് യൂജീൻ ദേവാലയ ശുശ്രൂഷകളിൽ പതിവായുള്ള പങ്കാളിത്തത്തിലൂടെയും വ്യക്തിപരമായ വായനയിലൂടെയും പഠനത്തിലൂടെയും കാരാഗൃഹവാസികൾക്ക് വേണ്ടിയുള്ള ഉപവിപ്രവൃത്തികളിലൂടെയും ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചു. 25-ാമത്തെ വയസ്സിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഒരു നിർണായക വഴിത്തിരിവിൻ്റെ ദിനമായി മാറി. ക്രൂശിത രൂപത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ഒഴിവാക്കിയാണ് താൻ സന്തോഷം തേടിയിരുന്നത്. ദൈവത്തെ ഒഴിവാക്കിയപ്പോൾ ഞാൻ കണ്ടെത്തിയത് കഷ്ടതകളും നിരാശയും മാത്രമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സ്നേഹത്താൽ കരങ്ങൾ തുറന്നു നീട്ടി യേശു കുരിശിൽ സ്വയം യാഗമാകുന്ന ദൃശ്യം കണ്ട് യൂജീൻ സ്നേഹനിർഭരമായി പ്രതിവചിച്ചു. സകല കാര്യങ്ങളിലും ദൈവത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിലും എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിലും അവിടുത്തെ സ്നേഹിക്കാൻ വൈകിപ്പോയതിൻ്റെ നൊമ്പരത്തോടെ അവിടുത്തെ കൂടുതലായി സ്നേഹിക്കുന്നതിലും മഹത്വമേറിയ മറ്റെന്ത് ജോലിയാണുള്ളത്? 1808 സെയിൻറ്റ് സുൾഫീസ് സെമിനാരിയിൽ പ്രവേശിച്ചു. 1811 ഡിസംബർ 21 പൗരോഹിത്യം സ്വീകരിച്ചു. അക്കാലത്ത് നെപ്പോളിയൻ തടവിലാക്കിയിരുന്ന പയസ് 7 മാർപ്പാപ്പയെ തൻ്റെ വ്യക്തിപരമായ സുരക്ഷിതത്വം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷിച്ചു. ഇടവക ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുന്നതിനേക്കാൾ പ്രാദേശിക സഭയുടെ ഘടനകളിൽ ഉൾപ്പെടാത്ത തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അജ്ഞരായ പരിത്യജിക്കപ്പെട്ടവർക്കുള്ള ശുശ്രൂഷ അദ്ദേഹം തിരഞ്ഞെടുത്തു. ദൈവത്തിനും പ്രൊവൻസിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവർക്കുമായുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിനായി യൂജീൻ 1816 ജനുവരി 25 ഒബ്ലേറ്റസ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സന്യാസ സമൂഹം സ്ഥാപിച്ചു. 1837 പ്രൊവൻസിലെ മാർസെയിൽസിൻ്റെ മെത്രാനായി. മാർപ്പാപ്പയോടുള്ള വിധേയത്വവും സഭാപരമായ അച്ചടക്കവും അദ്ദേഹം പുനഃസ്ഥാപിച്ചു. മാതാവിൻ്റെ അമലോത്ഭവ സത്യത്തെ അദ്ദേഹം പ്രചരിപ്പിച്ചു. 1861 മെയ് 21 മർസയിൽ വെച്ച് യൂജീൻ ദിവംഗതനായി. 1995 ഡിസംബർ 3 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി.